കമസ്റഅത്തിൽ ആഖിറ. ദുന്യാവെന്ന് പറഞ്ഞാൽ ഒരു മസ്റഅയായിരുന്നു, ഒരു കൃഷിയിടമാണ്. എങ്ങോട്ടുള്ള? ആഖിറത്തിലേക്കുള്ള. വയലിലിറങ്ങിയൊരാൾ പണിയെടുക്കുന്ന സമയത്ത്, ആ കൃഷിയെ വളർത്തുന്ന സമയത്ത്, ആ വിളവ് വളർത്തുന്ന സമയത്ത് അവിടെ ഉണ്ടായി അവിടെ അവസാനിക്കണം എന്നല്ല അയാളുടെ കാഴ്ചപ്പാട്. ഇത് വിൽക്കണം, ഇത് പുറത്തേക്ക് കൊടുക്കണം, അതിന് വിളക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, വളം നൽകുന്ന സമയത്ത് കളകൾ വളരും, കളകൾ പറിച്ചു മാറ്റണം, അത് വിളക്ക് കോട്ടം പറ്റാത്ത വിധം തന്നെ ആകണം. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, കൃത്യമായ കൃഷി ഇറക്കുന്നു. ഈ രീതിയാ ദുന്യാവിനെ കണ്ടത് എന്നതാണ്. കഴിഞ്ഞില്ല. ഇനി അവർ കണ്ടത് ഖളിൽ, നീങ്ങിപ്പോകുന്ന, പുനർനിർമ്മിക്കാൻ പറ്റാത്ത നിഴലിനെ പോലെയാണ് ദുന്യാവിനെ കണ്ടത് എന്നാ. നമ്മുടെ മനസ്സിലോ ഇത്രയും കൊല്ലം ഞാൻ അധ്വാനിച്ചിട്ട് 10-40 കൊല്ലം ഞാൻ ഗൾഫിൽ പോയി നിന്നിട്ട് എന്താ ഉണ്ടാക്കിയത്? ഒരു വീടുണ്ടാക്കി, ഇപ്പം അത് പെയിൻ്റ് അടിക്കാൻ പോലും എൻ്റെ അടുത്ത് പൈസ ഇല്ല. എത്ര മനുഷ്യന്മാർ പറയുന്നുണ്ട്, എന്താപ്പം നേടിയത് എന്ന് പറഞ്ഞ് ഈ ഭൗതികമായ വളവളപ്പിൽ മാത്രം നിന്ന് നമ്മൾ ചിന്തിക്കുന്നു. സഹാബത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അതുകൊണ്ട് അവരാരും സമാധാനമില്ല എന്നൊരു വാക്കവർ മന്ത്രിച്ചിട്ടില്ല. അവരിതൊക്കെ തന്നെ നറുപുഞ്ചിരിയോടുകൂടി ഏറ്റെടുത്തു. ആ ഖബറിൽ വെച്ചതിന് ശേഷം ഉത്തരം പറയാൻ എന്തൊക്കെ ഉണ്ടാകണോ അവർ പ്ലാൻ ചെയ്തു. അവരൊരു പക്ഷേ നമ്മൾ സഞ്ചരിച്ച അത്ര രാജ്യം സഞ്ചരിച്ചിട്ടുണ്ടാവില്ല. അവരൊരു പക്ഷേ നമ്മൾ അനുഭവിച്ച സുഖങ്ങൾ അവരനുഭവിച്ചിട്ടുണ്ടാവില്ല.